ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് നടന്നു. എല്ലാവരും കാത്തിരുന്ന ആ ദിവസമായിരുന്നു ഇന്ന്. നിങ്ങളെ പോലെ ഓരോരുത്തരെയും പോലെ ഓരോ ബിഗ് ബോസ് ഫാൻസിലെയും പോലെ ഞാനും കാത്തിരുന്ന ദിവസമായിരുന്നു. അങ്ങനെ എല്ലാ കണ്ടസ്റ്റൻസ് എത്തി, ലാലേട്ടനെത്തി, നമ്മുടെ പുതിയ വീടെത്തി. ഇത്തവണ 7ന്റെ പണി കൊടുക്കുമോ? ആദ്യം തന്നെ എന്ത് ടാസ്ക് ആണ് കൊടുത്തത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് അറിയാം. അതിന്റെ റിവ്യൂ പറയുന്നതിനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും BBM ടോക്ക് വിത്ത് പ്രശുവിലേക്ക് സ്വാഗതം. എല്ലാവരും എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു വിഷയത്തിലേക്ക് കടക്കാം. എങ്ങനെയായിരുന്നു ഇന്നത്തെ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ്? ആദ്യം തന്നെ ലാലേട്ടൻ കാണിക്കുന്നു. ആസ് യൂഷ്വൽ നമ്മുടെ ബ്യൂട്ടിഫുൾ വീട് എങ്ങനെയുണ്ടെന്നുള്ളതായിരുന്നു. വീടിലേക്ക് ലാലേട്ടൻ കയറി പോകുന്നു. ആദ്യം തന്നെ ലാലേട്ടൻ ഒരു സീക്രട്ട് റൂം നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ആ സീക്രട്ട് റൂം എന്താണെന്ന് ലാലേട്ടൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പറയുന്നു. അതായത് കണ്ടസ്റ്റൻസിന്റെ ബാഗുകളും അവർ കൊണ്ടുവന്ന പെട്ടി സാധനങ്ങളെല്ലാം അവിടെയായിരിക്കും കൊണ്ടുവയ്ക്കുന്നത്. ഓരോ ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ അതിൽ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ അവരുടെ പേഴ്സണൽ തിങ്സ്, അതായത് ഡ്രസ്സ്, അവരുടെ മേക്കപ്പ് ഐറ്റംസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ബിഗ് ബോസ് കൊടുക്കണമെങ്കിൽ ആ റൂമിലുള്ള ടാസ്കുകൾ വിജയിച്ചാൽ മാത്രമേ ആ റൂമിൽ നിന്നും ഇവർക്കുള്ള ഐറ്റംസ് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ നമ്മുടെ ജയിലാണ് കാണിക്കുന്നത്. എല്ലാ വർഷവും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ വർഷവും ഈ ജയിൽ അത്ര ഭയങ്കര നല്ല വീതിയും നല്ല സൈസൊക്കെ ഉള്ള ഒരു ജയിലായിരിക്കും. കുറേ ഫെസിലിറ്റി, നല്ല അടിപൊളി റൂം. പക്ഷെ ഇത്തവണ വളരെ കൺജസ്റ്റഡ് ആയിട്ട് വളരെ ചെറുത് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് ബെഡ് ആക്ച്വലി അതിൽ കിടക്കാൻ പറ്റത്തില്ല. സൈഡിൽ ഇപ്പുറത്തോണം കിടക്കും. ഇനി അതിൽ കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത്തവണത്തെ ജയിൽ സത്യം പറഞ്ഞാൽ ജയിൽ തന്നെയാണ്. എന്തായാലും പണിഷ്മെന്റിലാണ് ഓരോ കണ്ടസ്റ്റൻസും ജയിലിൽ പോകേണ്ടത്. അല്ലാതെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളിലല്ലല്ലോ ജയിലിൽ പോകുന്നത്. അപ്പൊ ജയിലിൽ പോയി സൂയിക്കാനല്ല പോകുന്നത്. ജയിലെന്ന് പറയുന്നത് എന്താ, പണിഷ്മെന്റ് കിട്ടിപ്പോകുന്നതാണ്. ഇത്തരത്തിലുള്ള ജയിലാണ് വരേണ്ടിയിരുന്നത്. അത് തന്നെ വന്നു. ഏഷ്യനെറ്റും ഇതിനു മുമ്പും ചാനലും ബിഗ് ബോസും ടീമും എല്ലാം ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. നല്ല 7ന്റെ പണി കൊടുക്കുന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു. ലാലേട്ടൻ അതിനുശേഷം നമ്മുടെ വീട് മനോഹരം, അതിമനോഹരം, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോം കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തവണ റൂമുകൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അത് അതിനേക്കാളും നന്നായിട്ടുണ്ട്. കാരണം എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ കാണാൻ ഒരു രസമുള്ളൂ. ഒരൊറ്റ റൂമിൽ തന്നെയാണ് എല്ലാവരും കിടക്കുന്നത്. അത് ഗംഭീരമായിട്ടുണ്ട്. അതോടൊപ്പം നല്ല നല്ല അതിമനോഹരമായ കൺഫെഷൻ റൂം ഉണ്ട്. കൺഫെഷൻ റൂമിലായിരിക്കും ഇവരെ നമ്മൾ വിളിച്ച് ബിഗ് ബോസ് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുകയും മാനസിക സംഘർഷങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന കൺഫെഷൻ റൂം. അതോടൊപ്പം തന്നെ വെളിയിൽ കൂടെ ബാത്റൂമിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കണ്ടസ്റ്റൻസ് ഉണ്ടാവും. എല്ലാം കൊണ്ട് കിടിലം തന്നെ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം വീടെല്ലാം കാണിച്ചു കഴിഞ്ഞു. ലാലേട്ടൻ ഓൾറെഡി അവിടെ ലാലേട്ടൻ വേറൊരു ഡയലോഗ് പറയുന്നുണ്ടായിരുന്നേ, സേഫ് ഗെയിം ഈസ് എ ഡേർട്ടി ഗെയിം എന്ന് പറയുന്നത്. അതായത് നേരത്തെ 7ന്റെ പണി എന്ന് പറഞ്ഞ് ഇത്രയും ദിവസം കൊടുത്ത പ്രമോ പറഞ്ഞതുപോലെ തന്നെയാണ് ലാലേട്ടൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ഉടായ്പ് കാണിച്ചു കഴിഞ്ഞാൽ എടുത്ത് പുറത്തിടുന്നത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ചെറിയൊരു മേക്കപ്പ് റൂം ഉണ്ട്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. വലിയ ഗാർഡൻ ആണ്. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. നല്ല ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ്. കാരണം ഒരുപാട് ടാസ്കുകളും കാര്യങ്ങളും എല്ലാം കളിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഗാർഡനിലുണ്ട്. നല്ല ഏരിയ ഉണ്ട്, നല്ല വൈഡ് ഏരിയ ഉണ്ട്. പക്ഷേ സ്വിമ്മിംഗ് പൂള് കണ്ടില്ലെന്ന് തോന്നുന്നു. സ്വിമ്മിംഗ് പൂൾ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. സ്വിമ്മിംഗ് പൂൾ ഇല്ലാന്നാണ് തോന്നുന്നത്. എനിവേസ് അത് കഴിഞ്ഞതിന് ശേഷം നേരെ ലാലേട്ടൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് നേരെ നമ്മുടെ സെറ്റിലേക്ക് പോവാണ്. ലാലേട്ടന്റെ എൻട്രോ എൻ്റെ അമ്മയെ ഒരു രക്ഷയിലായിരുന്നു അല്ലേ? മുണ്ടും ഒക്കെ ഉടുത്ത് നല്ല കുർത്തയൊക്കെ ഇട്ടിട്ട് ലാലേട്ടൻ നല്ല ഗംഭീരമായിട്ടാ മറ്റേ എമ്പുരാൻ സോങ്ങിന്റെ ഇതൊക്കെ ഇട്ട് ലാലേട്ടൻ ഇങ്ങനെ ഗംഭീരമായിട്ട് എത്തുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അതിന് ശേഷം ലാലേട്ടൻ ഇൻട്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ ഓരോ കണ്ടസ്റ്റൻസിനായിട്ട് വിളിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ കണ്ടസ്റ്റൻസിനെയും വിളിക്കുന്നു. ഇവരിലെ എൻ്റെ അഭിപ്രായം എന്തുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവർ എങ്ങനെ ആയിരിക്കും ഇനി കളിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു കുറച്ച് സെക്കൻഡ്സ് കണ്ടതേ ഉള്ളൂ. എനിക്ക് ഇവരെ പറ്റി വലുത് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ എന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളിലേക്ക് പറയാം. നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഇംപ്രഷനിൽ ഇവർക്ക് നമുക്ക് ബെസ്റ്റ് ഇംപ്രഷൻ തരാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഐ മീൻ അവരുടെ ആ ഇംപ്രഷൻ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. അതിലേക്ക് നമുക്ക് വരാം. ആദ്യത്തെ കണ്ടസ്റ്റൻസിനെ ലാലേട്ടൻ വെൽക്കം ചെയ്യുകയാണ്. ആദ്യം തന്നെ ഞെട്ടിച്ചു കളഞ്ഞു അല്ലേ? ആദ്യത്തെ കണ്ടസ്റ്റൻസ് തന്നെ നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. അതായത് ഒരു കമ്പ്യൂട്ടറാണ് വരാൻ പോണത്. മൈജി കോമ്പറ്റീഷനിലൂടെ ഇത്തവണ എങ്ങനെയാണ് ബിഗ് ബോസ് എടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൈജി കോമ്പറ്റീഷനിലൂടെ നടന്ന് അവിടെ പോയി സാധനം വാങ്ങി അവിടെ നിന്ന് ഇതിലേക്കുള്ള ഇൻട്രോ കൊടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ചെയ്ത് അതിലുള്ളൊരു ബെസ്റ്റ് ഒരാളിലാണ് ബിഗ് ബോസ് ടീം സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനായി എത്തിയത് അനീഷാണ് വന്നത്. ഓക്കെ, അനീഷ് ആയിരുന്നു ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് എത്തിയത്. ഇതിനു മുമ്പ് വേറൊരു
കൂടി പറയാനുണ്ട്. നമ്മുടെ പഴയ സീസണിൽ റെനീഷ ഇവിടെ സെറ്റിൽ ഉണ്ടായിരുന്നു. അതായത് റെനീഷയുടെ കയ്യിൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ബിഗ് ബോസിൽ ആദ്യ ദിനം തന്നെ ഒരു ടാസ്ക് വരുന്നത്. സോ ആദ്യത്തെ ദിനം തന്നെ റെനീഷയും ഉണ്ടായിരുന്ന ഒരു ടാസ്ക് ചെയ്യിപ്പിച്ചത്. അതായത് ഓരോ കണ്ടസ്റ്റൻസിനും അതായത് അവിടെ ഒരു പോഡിയം വെച്ചിട്ടുണ്ട്. ആ പോഡിയത്തിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു മിറർ വെച്ചിട്ടുണ്ട്. ഈ പോഡിയത്തിൽ ഈ വരുന്ന 19 കണ്ടസ്റ്റൻസിൻ്റെയും പേര് എഴുതിയ ടാഗ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇവരുടെ കൂടെ വരുന്ന ഒരാളായിരിക്കണം ഹെൽപ്പ് ചെയ്യേണ്ടത്. എങ്ങനെ? ഇവരുടെ കണ്ണ് കെട്ടിയിട്ടിട്ട് ഈ ടാഗ് എടുത്ത് നേരെ പോഡിയത്തിൽ നിന്ന് ടാഗ് എടുത്ത് നേരെ ആ ഗ്ലാസിൻ്റെ അവിടെ പോയി അവിടെ ഒരു ചുമന്ന പെയിന്റ് വെച്ചിട്ടുണ്ടാവും. അതിൽ കൈ തൊട്ടിട്ട് ഈ ഗ്ലാസ്സിലേക്ക് പതിപ്പിക്കണം. ഇതാണ് ടാസ്ക്. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാൻ ഇവർ കണ്ണ് കിട്ടിയതുകൊണ്ട് തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവരുടെ കൂടെ വന്ന റിലേറ്റീവ്സോ ആരാണോ കൂടെ വന്നത് അവരായിരിക്കും ഹെൽപ്പ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. ഓക്കെ, സോ ആദ്യം വന്ന അനീഷിനെ പറ്റി എൻ്റെ അഭിപ്രായം എന്തെന്ന് പറഞ്ഞാൽ അനീഷ് ഇച്ചിരി ഓവർ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു നെഗറ്റിവിറ്റി ആദ്യമേ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ, ഇൻറ്റൻഷനലി ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയായിട്ടും എനിക്ക് തോന്നി. ഒരു ആർട്ടിഫിഷ്യൽ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്കറിയത്തില്ല, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആദ്യമേ തന്നെ ഒരു നെഗറ്റിവിറ്റി. അതും പുള്ളി പറഞ്ഞു കേട്ടായിരുന്നു, പുള്ളി ഡിവോഴ്സിയാണ്. സോ ഡിവോഴ്സി ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കെതിരായ, അതായത് സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആണ്, പുരുഷന്മാർ ഒരുപാട് പീഡനം അനുഭവിക്കുന്നു, അത്തരത്തിലുള്ളൊരു ഇതാണ്, ഒരു കോൺട്രവേഴ്സി കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് വരും ദിവസങ്ങളിൽ ചുമ്മാതെ ഒരു ഇന്റർ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന് അറിയത്തില്ല, വരും ദിവസങ്ങളിൽ മനസ്സിലാവും. പക്ഷേ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഫസ്റ്റ് തന്നെ പുള്ളി വീട്ടിനകത്തേക്ക് കയറിയതും അതിനുശേഷം തന്നെ ഓരോ വരുന്ന കണ്ടസ്റ്റൻസ് പരിചയപ്പെടുമ്പോഴും പുള്ളി ഒന്നൊരു ഹെഡ് വെയിറ്റ് ഒക്കെ ഇട്ട് മാറി നിൽക്കുന്നത് പോലെയും ഒരു ജാടയൊക്കെ ഇട്ട് ഒന്ന് ഇതാവുന്നത് പോലെയും എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് വന്നത് നമ്മുടെ അനുമോളാണ്. നിങ്ങൾ അനുമോളിനെ റിയാലിറ്റി ഷോയിലൂടെയും പല കോമഡി പ്രോഗ്രാംസിലൂടെയും, റിയാലിറ്റി ഷോ അല്ല കോമഡി പ്രോഗ്രാമിലൂടെയൊക്കെ അനുമോളിനെ കണ്ടിട്ടോ. അനുമോൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? മറ്റേ അമ്പലത്തിൽ പോയിട്ടാണ് മറ്റേ ഇതൊക്കെ വാങ്ങിച്ചിട്ട് നല്ല പ്ലസന്റ് ആയിട്ട് അടിപൊളിയായിട്ട് സ്റ്റേജിൽ വന്നു. അനുമോള് തീർച്ചയായിട്ടും അനുമോള് ഒരു ചബി ബബ്ലി ലൈക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സോ അനുമോൾ എന്തായാലും അവിടെ ഇങ്ങനെ കളിച്ച് നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. റിയൽ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. പക്ഷെ ഒരു പോസിറ്റിവിറ്റി അനുമോൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ആള് ആര്യനാണ്. ആര്യൻ ഒരു മോഡലാണ്. ഓക്കെ, ആര്യൻ ഒരു മോഡലാണ്. ആര്യനെ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബോളിവുഡ് മോഡൽ ലുക്കൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഏരിയയിലേക്ക് പോകുന്ന ഒരു ലുക്കൊക്കെ ആയിരുന്നു ആര്യന് തോന്നിയിട്ടുണ്ടത്. ആര്യൻ സ്റ്റേജിൽ വന്നപ്പോൾ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. സംസാരിച്ചു തുടങ്ങിയപ്പോൾ അതിനേക്കാളും രസമായിട്ട് ഫീൽ ചെയ്തു. ആര്യൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യും. ആൻഡ് അതോടൊപ്പം തന്നെ മറ്റേ ടാസ്ക് ഇല്ലേ, അതിലേക്ക് ഞാൻ വരാം. ആ ടാസ്കിൽ വിന്നർ അയക്കുന്നതും ഫസ്റ്റ് പ്രൈസിൽ വന്നേക്കുന്നതും ആര്യനാണ്. അപ്പോൾ ആര്യൻ്റെ കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആൻഡ് നല്ല ക്യാമറ പ്രസൻസ് കിട്ടും. ആര്യന് യങ് ആണ്. സോ ഏതെങ്കിലും ലവ് ട്രാക്കോ അതൊക്കെ പിടിക്കാൻ പറ്റിയ ഒരാളാണ്. അത് പിടിക്കാതെ കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായി പോയിരുന്നെങ്കിൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ അതാണ് ആര്യനെ എനിക്ക് തോന്നിയത്. ഒരു പാവമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ആള് നമ്മുടെ കലാഭവൻ സരിതയാണ്. കലാഭവൻ സരിത വരുന്നു. കലാഭവൻ സരിതയെ പറ്റി എനിക്ക് തോന്നിയത്, എല്ലാവർക്കും അറിയാം കലാഭവൻ സരിതയെ. ആള് നല്ല സ്ട്രോങ് ബോൾഡ് ക്യാരക്ടറാണ്. പക്ഷേ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒരു നെഗറ്റീവ് ആവാൻ ചാൻസ് ഉള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ എങ്ങനെ ആകും വരിക എന്നുള്ളത്, അതോടെ തന്നെ എൻ്റർടൈൻ ചെയ്യിക്കാൻ ഒരുപാട് കഴിവുള്ള ഒരു കലാകാരി കൂടിയാണ് കലാഭവൻ സരിത. സോ നന്നായി എൻ്റർടൈൻ ചെയ്ത് നന്നായിട്ട് അവിടെ നിൽക്കാൻ പറ്റത്, നെഗറ്റിവിറ്റി വരാതിരിക്കാൻ ശ്രമിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വളരെ സ്മാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മ്യൂസീഷ്യനും സിംഗറും ഒക്കെ ആയിട്ടുള്ള അക്ബർ ഖാനെയാണ് പരിചയപ്പെടുത്തിയത് ലാലേട്ടൻ. അക്ബർ ഖാനെ സംബന്ധിച്ചിടത്തോളം അക്ബറും വളരെ കോൺഫിഡൻറ്റും വളരെ കാം കൂൾ ആയിട്ട് ഫീൽ ചെയ്തു. നല്ല കോൺഫിഡൻ്റ് ആണ് പുള്ളി. പക്ഷേ ഒരു കാംനെസ് ഉണ്ട്. ഒരു ഓവർ കയറി അറ്റാക്ക് ചെയ്യുമോ എന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. പക്ഷെ ചിലപ്പം എനിക്ക് തോന്നിയതായിരിക്കാം. ബട്ട് കാരണം അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി അകത്ത് വന്നതിന് ശേഷമുള്ള നിങ്ങൾ ഇത് കണ്ടായിരുന്നു, അതിലാണ് എനിക്ക് അങ്ങനെ ഒരു കാംനെസ് എനിക്ക് തോന്നിയത്. ബട്ട് പുള്ളിയുടെ ക്യാരക്ടർ ഒന്ന് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ആറാമത് വന്നത് നമ്മുടെ RJ മിൻസിയാണ്.
പുള്ളിക്കാരി ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം RJ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. കാരണം എത്രത്തോളം കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വളരെ ടോക്റ്റീവായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ RJയിൽ കിട്ടിയത് അല്ലേ. ശരി, ഞാനെന്ത് കൊണ്ടുവരാം. ഓക്കെ, സോ പൊളി കോൺഫിഡൻസ് ആണ്. ലാലേട്ടന് മുമ്പിൽ പോലും പതറുന്നില്ലായിരുന്നു. അത്രയും വലിയ സ്റ്റേജിലൊക്കെ വന്നിട്ട് ലാലേട്ടന് മുമ്പിൽ പോലും പതറുന്നില്ലായിരുന്നു. സോ നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു RJ ബിൻസിക്ക്. നല്ല നല്ല ചിരി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഏഴാമത് വന്ന ആളുടെ പേര് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഒനിയൽ സാബു അങ്ങനെയാണ്. എന്തോ എനിക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം, ഞാൻ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. സോ പുള്ളിക്കാരൻ കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഒരു ഫ്രീക്ക് ടൈപ്പ് ആയിട്ട് തോന്നി. പുള്ളിക്കാരൻ അഡ്വക്കേറ്റ് ആണ്. അതും ഫോറിൻ കൺട്രീസിലൊക്കെ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. ഇപ്പൊ ഷെഫായിട്ട് നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രാവൽ വ്ളോഗറാണ്. ഇതൊക്കെയാണ് ഒനിയൻ സാബുവിന്റെ. ഒനിയൻ അല്ല കേട്ടോ, ഒനീൽസ് എന്നോ അങ്ങനെ എന്തോ കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്തിട്ട് തിരുത്തണം, എനിക്കറിയത്തില്ല, സോറി. നമ്മൾ വരും ദിവസങ്ങളിൽ എന്തായാലും പഠിക്കാം ഒനിയൽ സാബുവിനെ പറ്റിയിട്ട്. സോ സാബുവും വീട്ടിനകത്ത് കയറിയതിനു ശേഷം അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് സ്ക്രീൻ സ്പേസ് ഒക്കെ ഒരുപാട് കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ലാലേട്ടന് മുമ്പിൽ നന്നായിട്ട് ഇത് ചെയ്തതായിട്ടും എനിക്ക് തോന്നി. അടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്തുന്ന ആളാണ് ബിന്നി നുബിൻ. ഓക്കെ, ബിന്നി നുബിൻ എന്ന് പറഞ്ഞ് അതൊരു കുഞ്ഞ് ക്യൂട്ട് കുട്ടിയായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നും എത്ര ദിവസം പോകുമെന്ന് എനിക്കറിയത്തില്ല. സൈഡിലോട്ട് ഒതുക്കി പോകുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒതുക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഐ തിങ്ക് സീരിയൽ ആക്ട്രസ് ആണ്. ഏഷ്യനെറ്റ് ആണെന്ന് തോന്നുന്നു കുട്ടിയുടെ ഇതുള്ളത്. ഞാൻ സീരിയൽ കാണാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. ഐം സോ സോറി. സമയം കിട്ടാറില്ല സീരിയൽ കാണാനായിട്ട്. അല്ലാതെ എനിക്ക് സീരിയലിനോട് ഒരു പ്രശ്നമില്ല. പണ്ട് ഞാൻ ഒരുപാട് കണ്ടോണ്ടിരുന്നതാണ്. ഓക്കെ, സോ ആ കുട്ടിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു സീരിയൽ. അതായത് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഫാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞത് 9ാമത് വന്നത് അഭിലാഷാണ്. അഭിലാഷാണെങ്കിൽ ആക്ടറാണ്, ക്രിക്കറ്ററാണ്, ഇതൊക്കെയാണ് അഭിലാഷിന്റെ. പക്ഷെ അഭിലാഷിന്റെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണ് അഭിലാഷ്. മനസ്സിലായല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അഭിലാഷിന് ഒരു ചെറിയൊരു നെർവസ്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ അഭിലാഷിന്റെ ടാലന്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അഭിലാഷിന്റെ ടാലന്റ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. അത് പറയാതിരിക്കുന്ന വൃത്തിയില്ല. അത്രയ്ക്ക് നന്നായിട്ട് അഭിലാഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ അഭിലാഷിന് ഒരു നെർവസ്നെസ് ഉണ്ട്. ഒരു ചെറിയൊരു ആദ്യമായിട്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയാകാനാണ് സാധ്യത. ഇതാണ് എനിക്ക് അഭിലാഷിനെ പറ്റി പറയാനുള്ളത്. അഭിലാഷിന് ഒരുപാട് ടാസ്കുകൾ ചെയ്യാൻ പറ്റട്ടെ. അഭിലാഷ് അടിപൊളിയായിട്ട് കയറി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം റെന ഫാത്തിമയാണ് വന്നത്. ഒരു ജെൻസിയിൽ നിന്ന് ഒരാളെ എടുത്തതുപോലെ എനിക്ക് തോന്നി. ഇങ്ങനെ ഓടി നടക്കത്തില്ലേ. എനിക്ക് തോന്നുന്നു ഈ റെന ഫാത്തിമയും ഇനി ബിന്നി നുബിനും മിക്കവാറും നല്ല ഫ്രണ്ട്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഒരേ വൈബിലേക്ക് പോയി ഇവരെ മിക്കവാറും എനിക്ക് തോന്നുന്നു കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ഒതുക്കാറുണ്ട്. കാരണം അവരെപ്പോഴും ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളായിട്ടായിരിക്കും. ഈ റെന ഫാത്തിമയുടെ ജെൻസിയാണ് 2000 ശേഷം ഉള്ള കുഞ്ഞുകുട്ടിയാണ്. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ആവാതിരിക്കട്ടെ, അത് മുന്നോട്ട് വന്ന് കളിച്ച് മുന്നോട്ട് കയറി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മുൻഷി രഞ്ജിത്ത് ആയിരുന്നു 11ാമതായി എത്തിയത്. മുൻഷി രഞ്ജിത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. മുൻഷി എന്ന വലിയൊരു ഇതിലൂടെ ഏഷ്യനെറ്റ് ന്യൂസിലൂടെയൊക്കെ കടന്നു വന്ന ഒരാളാണ്. പുള്ളി ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പുള്ളി ലൈക്ക് അവിടെ ഒരു കാരണവരാവാനുള്ള ചാൻസസും ഞാൻ കാണുന്നു. സോ കാരണവരൊക്കെ ഇവിടം വരെ പോകും, എങ്ങനെയൊക്കെ പോകും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഇതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുന്നു, ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ആദ്യം കണ്ട ആ ഫസ്റ്റ് ഇംപ്രഷനിൽ നിന്ന് കിട്ടുന്ന ചില ഇത് വെച്ചിട്ട് മാത്രം പറയുന്നതാണ്. ചിലപ്പോൾ നാളെ ഇതെല്ലാം മാറും. അപ്പോൾ എന്നെ തെറി വിളിക്കരുത്. ഞാൻ ആദ്യമേ പ്രോമിസ് ചെയ്തൊരു വാക്കുണ്ട്, ഇവിടെ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. പക്ഷേ ഇത് ഫസ്റ്റ് ഇംപ്രഷനിൽ നിന്ന് മാത്രം പറയുന്ന ആ കാര്യമാണ്. ഇനി 12ാമത്തെ ക്യാരക്ടറായിട്ട് എത്തിയിരിക്കുന്നത്, 12ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് ജസ്ലി തക്ര. ഈ ജസ്ലി തക്ര ഓക്കെ, ക്ഷമിക്കണം പേര് എഴുതിയിരിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം, കമന്റ് ചെയ്യാൻ ഞാൻ റോങ് പറയുന്നെങ്കിൽ. ഓക്കെ, ജസ്ലി തക്രയുടെ കാര്യം പറയുകയാണെങ്കിൽ, ജസ്ലി തക്ര ബിഗ് ബോസ് ഹിന്ദിയിലെ 9ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കണ്ടസ്റ്റന്റ് ആണ്. ബോംബെയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മലയാളിയാണ്. പക്ഷെ ജനിച്ചതും വളർന്നതൊക്കെ അവിടെയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം മലയാളത്തിൽ കംഫർട്ടബിൾ ആണെന്ന് നമ്മൾ ഇതിനെ കേട്ടതാണല്ലോ. ഭാഷയിൽ ഉള്ള പ്രശ്നങ്ങൾ കാരണം ഈ വീട്ടുകാർ തഴയാനും മിക്കവാറും ആദ്യ ആഴ്ചകളിൽ തന്നെ പുറത്തേക്ക് പോവാനായിട്ടുള്ള അവസരവും ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് മലയാളത്തിൽ എത്രത്തോളം ഇങ്ങനെ ഒരു അന്യഭാഷയിൽ നിന്ന് വന്ന് മലയാളം കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തവർ എത്ര കാലം നിൽക്കും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാത്തിരുന്ന് കാണാം.
അത് കഴിഞ്ഞ് 13ാമത് വന്നത് നമ്മുടെ ഷാരികയാണ്. നമ്മുടെ ഹോട്ട്സ്റ്റാർ യൂട്യൂബ് ഇന്റർവ്യൂ എല്ലാം ചെയ്യുന്ന ഷാരികയാണ് അടുത്ത 13ാമത് വന്നത്. ഷാരിക ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഷാരികയുടെ വീഡിയോയിലാണെങ്കിലും ലാലേട്ടന് മുമ്പിൽ വന്ന് നിൽക്കുന്നതാണെങ്കിലും ഒരു രക്ഷയില്ല. ഷാരിക റോക്ക് ചെയ്യും, ഷാരിക അടിപൊളിയായിട്ട് കളിക്കുന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഷാരികയെ. ബിക്കോസ് നമ്മൾ കണ്ടിട്ടുള്ളത് എങ്ങനെയല്ല. ഷാരിക സ്റ്റേജിൽ വന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര വിധു തോന്നി കേട്ടോ. അത് കഴിഞ്ഞിട്ട് 14ാമത് വന്നത് നമ്മുടെ സീരിയൽ ആക്ട്രസ്, ഏഷ്യനെറ്റിൻ്റെ തന്നെ പഴയ ഒരു സീരിയൽ ഉണ്ടായിരുന്നല്ലോ, ആ സീരിയലിൻ്റെ മറ്റേ ഷാനവാസാണ് 14ാമത് എത്തിയിരിക്കുന്നത്. സോ ഷാനവാസിന് ഒരു വലിയൊരു ഹ്യൂജ് ഫാൻ ഉണ്ടെന്ന് എനിക്കറിയാം. സോ ഷാനവാസിനൊക്കെ ഈസി ആയിട്ട് കയറി പോകാം. നല്ലതുപോലെ കളിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. സോ ഷാനവാസ് കളിക്കാനുള്ള ചാൻസസും കാണുന്നുണ്ട്. നല്ല പൊട്ടൻഷ്യലുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഷാനവാസാണ് 14ാമത് വന്നത്. 15ാമത് എത്തിയത് നവീൻ ജോർജ് ആണ്. നവീൻ ജോർജ് 15ാമത് എത്തിയിരിക്കുന്നു. അതും ഒരു ഫ്രീക്കനാണ്. ഓക്കെ, ഒരു ഫാഷൻ കൊറിയോഗ്രാഫറാണ്, വളരെ ക്യാറ്റ് ലവറാണ്. ഈ പുള്ളിക്കാരനെ കണ്ടപ്പോൾ എനിക്ക് എവിടെയോ ഒരു ചെറിയൊരു സ്പാർക്ക് അടിച്ചതാണ്. മിക്കവാറും എല്ലാം പനിക്കെടുക്കുന്നത്. അതായത് റിയാസിൻ്റെ ഒരു ചെറിയൊരു സ്പാർക്ക് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളത് തോന്നിയോന്ന് എനിക്കറിയത്തില്ല. പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് വേയും സ്റ്റൈൽ ഓഫ് ടോക്കും ഒക്കെ റിയാസിനെ പോലെ ആവാൻ പറ്റും. മൈ ഗോഡ്, വേറെ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ആവാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ആവട്ടെ, ഞാൻ വിചാരിക്കുന്ന പോലെ ആവട്ടെ. നല്ല അടിപൊളിയായിട്ട് തോന്നി. നല്ല ഫ്രീക്കൻ കൊറിയോഗ്രാഫർ ആയിട്ടുള്ളത് നവീൻ ജോർജ് ആണ് 15ാമത്തെ ആളായിട്ട് എത്തിയത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് എത്തിയത് ആദില അന്നൂറ. നമ്മളെല്ലാം ട്രഡീഷണൽ ലിസ്റ്റിൽ കണ്ടതായിരുന്നു ആദില അന്നൂറ. ഇവരിൽ LGBT കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഒഫീഷ്യലി റെപ്രസെന്റ് ചെയ്യുന്നതല്ല, പക്ഷേ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് കഴിയുന്നതാണ്. കുറച്ചും കൂടി എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയുന്നത് കേട്ടോ, അല്ലാതെ കമ്മ്യൂണിറ്റി കിങ്സ്റ്റ് ആയിട്ട് പറയുന്നതല്ല. സോ അവർ അങ്ങനെ ജീവിക്കുന്നവരാണ്. സോ സൊസൈറ്റിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സീസൺ 1 മുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏഷ്യനെറ്റ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എടുത്തേക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. എത്രത്തോളം ഇവർക്ക് പ്രേക്ഷകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും അതിൽ അന്നൂറയ്ക്കും ആശംസകൾ. അടുത്തതായി എത്തിയത് 17ാമത് എത്തിയത് ശൈത്യ സന്തോഷാണ്. ഒരു ഓവർ കോൺഫിഡൻറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അത് പുള്ളിക്കാരുടെ പ്രൊഫഷൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നിയതായിരിക്കാം. കാത്തിരുന്ന് കാണാം മലയാളി പ്രേക്ഷകർ എത്രത്തോളം സ്വീകരിക്കും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഓരോരുത്തരും എത്രത്തോളം നെഞ്ചിലേക്ക് കയറ്റും. പുള്ളി പണ്ടും ഒരു കോൺട്രവേഴ്സി ഒരു ഷോയിൽ ഉണ്ടാക്കിയ ആളാണ്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെ പോകും എന്നുള്ളത്. ലെറ്റ്സ് സീ. ഇനി 18ാമത് നമ്മൾ കാത്തിരുന്ന ആള് എവിടെയെന്നും പറഞ്ഞു ഓരോരുത്തരും കാത്തിരുന്ന ആള് എത്തിയിരിക്കുന്നു. രേണു സുധി. സോ രേണു സുധി ഭയങ്കര പാവമായിട്ടാണ് വന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ നിന്നത് കണ്ടത്. ലാലേട്ടൻ തന്നെ ചോദിച്ചത് എവിടെ നോക്കിക്കഴിഞ്ഞാലും രേണുസുധിയാണല്ലോ. ആർക്കും ഫോൺ തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണല്ലോ രേണുസുധി എവിടെ നോക്കിയാലും രേണുസുധി. അത് പുള്ളിക്കാരുടെ ഹാർഡ് വർക്ക് കൊണ്ട് എടുത്തതാണ്. അതൊക്കെ ഒരു ഭാഗ്യമാണ്. എല്ലാവരുടെയും ഫോണിലും അല്ലെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്. അത് ഏത് രീതിയിലാണെങ്കിലും ആയിക്കോട്ടെ. സോ രേണുസുധി അറിയാമല്ലോ, നമ്മളെല്ലാവരും കാത്തിരുന്ന ആളാണ്. എങ്ങനെ കളിക്കും, അടിപൊളിയായിട്ട് കളിക്കും, കുറേയൊക്കെ പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ ആ പൊട്ടൻഷ്യൽ കൊണ്ട് 100 ദിവസം നിൽക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. 19ാമതായി എത്തിയത് അവസാനവുമായി എത്തിയത് അപ്പാടി ശരത്താണ്. അവസാനമായിട്ട് എത്തിയത്. സോ അപ്പാടി ശരത്തും ഓൾറെഡി എല്ലാവരുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും അപ്പാടി ശരത്ത് ഉണ്ടായിരുന്നു. അപ്പാടി ശരത്തും വളരെ ലാലേട്ടനായിട്ട് സിനിമയിൽ അഭിനയിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടന് മുമ്പിൽ വളരെ പാവമായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു ജഡ്ജ്മെന്റിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു അവസരവും പുള്ളി തന്നിട്ടില്ല. ഓക്കെ. സോ അപ്പാടി ശരത്തിലേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും നേരെ വീടുകളിൽ ഓരോരുത്തരായി എത്തിക്കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ വന്നിരിക്കുന്നു. ലാലേട്ടൻ എല്ലാവരും പുത്തിരിയൊക്കെ കത്തിച്ച് ലാലേട്ടൻ പോയി. അപ്പോഴാണ് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുന്നത്. സോ നേരത്തെ നടന്ന ഈ ടാസ്ക് എന്തിനായിരുന്നു എന്നുള്ളത്, ആദ്യം ഒരു ചെറിയ ടാസ്ക് കൊടുത്തു നമ്മൾ നേരത്തെ പറഞ്ഞില്ല, മറ്റേ പോഡിയത്തിൽ നിന്ന് എടുക്കുന്ന ആ ടാസ്ക് എന്തിനായിരുന്നു നടന്നെന്നുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്. ഓക്കെ. എന്തിനാണ് നടന്നതെന്നല്ല, അല്ലെങ്കിൽ ആരാണ് ജയിച്ചത്, എന്തിനാണ് ആ പരിപാടി ഒപ്പിച്ചത് എന്നുള്ളത് ബിഗ് ബോസ്. പക്ഷെ ബിഗ് ബോസിന് ഒരു നെർവസ്നെസ് കുറെ കാലത്തിന് ശേഷം ബിഗ് ബോസിലേക്ക് വന്നതുകൊണ്ടാണോ എന്തോ അറിയത്തില്ല, ബിഗ് ബോസിന് ഒരു നെർവസ്നെസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ആദ്യം ആ ഒരു ഇതിലേക്ക് വരുന്നില്ലാത്തതായിട്ട് എനിക്ക് തോന്നി. എനിവേസ് വരും ദിവസങ്ങളിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്.
അപ്പൊ അതെല്ലാം ലൈറ്റ് ആയിട്ട് തുടങ്ങിയത് കൊണ്ടും ആയിരിക്കാം, അതോ നിങ്ങൾക്ക് എന്ത് തോന്നിയുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോ ബിഗ് ബോസ് അനൗൺസ് ചെയ്യണ ആ ടാസ്കിൽ ഏറ്റവും കുറഞ്ഞ മിനിറ്റില്, അതായത് ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ എത്തിയേക്കുന്നത് ആരാണ് എന്നുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ടി വിയിൽ കാണിക്കുന്നു. ആദ്യം എത്തിയത് ആര്യനാണ്, അത് രണ്ടാമത് എത്തിയിരിക്കുന്നത് പിന്നെയും മൂന്നാമത് എത്തിയിരിക്കുന്നത് ഷാനവാസുമാണ്. അപ്പോൾ ഈ ടാസ്ക് നടത്തിയത് ചുമ്മാതല്ല. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഒരു റൂം ഉണ്ട്, അവിടെ ആയിരിക്കും ഇവരുടെ പെട്ടികളെല്ലാം വരുമ്പോൾ, അത് വരും ദിവസങ്ങളിലേ വരത്തുള്ളൂ, ഇപ്പൊ കാണിച്ചിട്ടില്ല എന്തായാലും. പക്ഷെ ആ ആദ്യം ഇവർക്ക് പെട്ടി കൊടുക്കുന്നു, ഇവരെല്ലാം സന്തോഷത്തോടു കൂടി പെട്ടി പോയി എടുത്തിട്ട് വരികയാണ്, ഇവരുടെ സാധനങ്ങളെല്ലാം വന്നു. അപ്പം പണിച്ചേർത്ത് പറയുന്നുണ്ട് ഇതെന്താ ഒരു പെട്ടിയാണല്ലോ, ഇത് ഒരു പെട്ടിയെ വരത്തുള്ളൂ. അപ്പം ആരോ ചോദിക്കുന്നുണ്ട് ഇത് ഒരു പെട്ടി വരത്തുള്ളൂ, ഈ അത്യാവശ്യമുള്ള കുറെ ഡ്രസ്സുകളൊക്കെ വരത്തുള്ളൂ, ബാക്കി പയ്യെ പയ്യെ വരും. അത് തുറന്നു നോക്കുമ്പോൾ അവിടെ ആരോ പറയുന്നുണ്ട് ഷഡ്ഡി മാത്രമേ ഉള്ളൂ എന്ന്. അവിടെ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ലോ അവിടെ 2-3 തൊട്ട് എടുത്തെടുത്ത് പറയുന്നത് ഷഡ്ഡി മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒരു ഡ്രസ്സും ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പോഴാണ് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് കാര്യം പറയുന്നത്, ഇതാണ് കാര്യം, ആകെ മൂന്ന് പേർക്ക്, അതായത് ഈ ടാസ്കിൽ ടോപ്പ് 3 എത്തിയ ഈ 3 പേർക്ക് മാത്രമാണ് എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി അപ്പം ആ 3 പേർക്ക് ബിഗ് ബോസ് ഒരു പ്രൈസ് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു സ്റ്റാർ വെച്ചിട്ട് 3 പേർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഇതാ ഇവിടെ അവർ കെട്ടിയിട്ടുമുണ്ട്. സോ ബിഗ് ബോസ് അതിന് പുറമെ ഇവർക്ക് ഒരു അനൗൺസ്മെന്റ് ചെയ്തു, അതായത് ഈ സ്റ്റാർ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്, ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ സ്റ്റാർ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഇത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഈ എടുക്കുന്ന ആൾക്ക് അവരുടെ ഡ്രസ്സും അവരുടെ കാര്യങ്ങളും അവരുടെ തിങ്സ് എല്ലാം കിട്ടും. പക്ഷേ ഈ പോകുന്ന ആൾക്ക് തിരിച്ച് അവരുടെ സാധനങ്ങളെല്ലാം പോവുകയും ചെയ്യും. ഇതൊരു വലിയൊരു ട്രാപ്പാണ്. ആദ്യ ദിവസം തന്നെ അടി പൊട്ടിക്കാനുള്ള ട്രാപ്പാണ് ബിഗ് ബോസിന്റെ. സോ 7ന്റെ പണി കൊടുക്കുമെന്ന് പറഞ്ഞത് വളരെ 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 കറക്റ്റാണ്, ലാലേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കഴിയുന്നു, അതോടുകൂടി നമ്മുടെ ആദ്യ ദിവസം അവസാനിക്കുകയാണ്. ദ വണ്ടർഫുൾ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നല്ല ഗംഭീര പ്രമോ വന്നിട്ടുണ്ട്. പ്രമോനെ കണ്ടതിലെ കൂട്ടയടി അടക്കുക. ആദ്യ ദിവസം തന്നെ നല്ല കൂട്ടയടി അടക്കുക. എന്തിനാ മറ്റേ സ്റ്റാർ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ. സോ എന്തായി തീരും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ ലൈവ് തുടങ്ങുമായിരിക്കും, ലൈവ് തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. സോ നമുക്ക് നല്ലൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സീസൺ ആവട്ടെ. അതോടൊപ്പം തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇത്തവണത്തെ സീസണിലെ ഓരോ കണ്ടസ്റ്റൻസും ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ നിന്ന് ഓർഡർ ഭയങ്കര പബ്ലിക് പോപ്പുലാരിറ്റി ഉള്ള ഭയങ്കര സംഭവമുള്ള വലിയ ഹ്യൂജ് സെലിബ്രിറ്റീസ് ഒന്നുമില്ല. എല്ലാവരും അവരുടെ മേഖലകളിൽ ചെറിയ രീതിയിൽ കഴിവ് തെളിയിച്ച് ചെറിയ രീതിയിൽ ഇത് ചെയ്ത് കുറച്ച് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇത്തവണ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും. അവർ ഈസി ആയിട്ട് കളിക്കും, നല്ല അടിപൊളിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാം പറഞ്ഞിട്ട്, അല്ല ചുമ്മാ ഒതുങ്ങി നിന്ന് അല്ലെങ്കിൽ അയ്യോ ഞങ്ങളുടെ ഫെയിം പോവുക ഇങ്ങനെയൊന്നും വരത്തില്ല. അതിനനുസരിച്ച് ഷോ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് വരും. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ വ്യത്യസ്തരായ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 19 പേരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മൊത്തം 20 പേരുണ്ട്, പക്ഷേ 19 മത്സരാർത്ഥികളായിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. കാരണം മറ്റേ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് അവർ വന്നത്, അവർ 2 പേരും കൂടി ഒരുമിച്ചിട്ടായിരിക്കും മത്സരിക്കുന്നത്. അതൊരു ചെറിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പക്ഷേ അവർ എത്രത്തോളം ആക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ നാളത്തെ അടിയും ബഹളവും എല്ലാം ഉണ്ടെന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ ഉണ്ടെന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി. അപ്പൊ നാളെ നമുക്ക് വീണ്ടും ബിഗ് ബോസിന്റെ ആദ്യ ദിനത്തിന്റെ റിവ്യൂ ആയിട്ട്, ഇന്ന് ഗ്രാൻഡ് ലോഞ്ച് അല്ലായിരുന്നു, ആദ്യ ദിനത്തിന്റെ റിവ്യൂ ആയിട്ട് നാളെ നമുക്ക് ഈ സമയം കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ദിസ് ഇസ് BBM Talk with Prashu. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഈ സീസൺ വളരെയധികം സക്സസ് ആവട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. അപ്പൊ സന്ധിക്ക് വരവ് കടക്കാം. ബൈ.